ICC ഈ ആഴ്ച T20 റാങ്കിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സഞ്ജുവിന് വീണ്ടും നേട്ടമുണ്ടായിരിക്കുകയാണ്. സഞ്ജു മുന്നിലേക്ക് കുതിച്ചു. അതുപോലെ തിലക് വർമ്മ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ICC പ്രഖ്യാപിച്ച ഇന്ത്യയുടെ T20 റാങ്കിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു സൗത്ത് ആഫ്രിക്കൻ പരമ്പരയ്ക്ക് ശേഷം T20 കളിച്ചിട്ടില്ല. എന്നിട്ട് സഞ്ജുവിനെ റാങ്കിങ്ങിൽ മുന്നേറ്റം നടത്തി. നിലവിലിപ്പോൾ സൂര്യകുമാർ 4ാം സ്ഥാനത്ത് തന്നെയാണ്. താരത്തിന് 788 പോയിന്റ് ഉണ്ട്. അതേസമയം 806 പോയിന്റോടെ തിലക് വർമ്മ 3ാം സ്ഥാനത്താണ്. T20 റാങ്കിങ്ങിലെ 1ാം സ്ഥാനം ട്രേവിസ് ഹെഡ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. താരത്തിന് 885 പോയിന്റ് ഉണ്ട്. 2ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ സാൾട്ട് തന്നെയാണ്. പാകിസ്ഥാന്റെ ബാബറും റിസ്വാനും 5ഉം 6ഉം സ്ഥാനങ്ങളിലാണ്. അതേസമയം ബട്ട്ലർ 7ാം സ്ഥാനത്തെത്തി. ജയ്സ്വാൾ 8ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ആദ്യ 10ൽ 3 ഇന്ത്യൻ താരങ്ങൾ മാത്രമേ ഉള്ളൂ. ജയ്സ്വാൾ, തിലക്, സൂര്യകുമാർ. ഋതുരാജ് ആണെങ്കിൽ 15ാം റാങ്കിലാണ്. അതേസമയം ഋഷഭ് പന്ത് ആദ്യത്തെ 100 റാങ്കിങ്ങിൽ പോലുമില്ല. ഋഷഭ് പന്ത് റാങ്കിങ്ങിൽ പിന്നോട്ട് പോയിരിക്കുകയാണ്. ഋഷഭ് പന്ത് ആണെങ്കിൽ 80ന് മുകളിലെ സ്ഥാനത്തിലാണ് നിൽക്കുന്നത്. കീപ്പിംഗിൽ സഞ്ജു മാത്രമാണ് ഇപ്പോൾ മുൻപിലുള്ളത്. സഞ്ജു ഒരു റാങ്ക് മെച്ചപ്പെടുത്തി 21ാം റാങ്കിലെത്തി. കഴിഞ്ഞ വീക്കിലെ റാങ്കിങ്ങിൽ സഞ്ജു 22ാം സ്ഥാനത്തായിരുന്നു. സഞ്ജു ഇപ്പോൾ ഒരു റാങ്കിങ് മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള T20യിൽ നന്നായിട്ട് കളിച്ചാൽ സഞ്ജുവിനെ ആദ്യ 10ൽ ഇടം പിടിക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ഇംഗ്ലണ്ട് T20യിൽ സഞ്ജുവിന് സെഞ്ചുറി അടിച്ചാൽ സഞ്ജുവിനെ 1ാം റാങ്ക് വരെ എത്താൻ സാധിക്കും. പണ്ടൊക്കെ സഞ്ജു T20യിൽ 200ാം റാങ്കിലായിരുന്നു. പിന്നീട് സഞ്ജു ഒറ്റയടിക്കാണ് ഇപ്പോൾ 21ൽ എത്തിയിരിക്കുന്നത്. അത് സഞ്ജുവിന്റെ കഴിവ് തന്നെയാണ്. T20യിൽ 3 സെഞ്ചുറി അടിച്ചതാണ് സഞ്ജുവിന് റാങ്കിങ്ങിൽ കുതിപ്പുണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചത് തിലക് വർമ്മയുടെ റാങ്കിങ് ആണ്. 72ാം സ്ഥാനത്ത് നിന്നാണ് ഒറ്റയടിക്ക് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും T20യിൽ ഇന്ത്യൻ താരങ്ങളാണ് മുന്നിലേക്ക് കുതിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.